വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതിലിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിഷയമാക്കാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. അതിൽ വലിയ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം വിഷയങ്ങളാകും മുന്നോട്ട് വയ്ക്കുക തെരഞ്ഞെടുപ്പിൽ? സ്മിത, ഇനി വരുന്ന ഒരു 2 മാസക്കാലം UDF സർക്കാരിനെതിരെ LDF സർക്കാരിനെതിരെ സമര പരമ്പര തന്നെ തീർക്കാനുള്ള തീരുമാനവുമായുള്ള പ്രഖ്യാപനവുമായാണ് ഈ ലക്ഷ്യ 2026 ലീഡർഷിപ്പ് സമിറ്റ് ബത്തേരിയിൽ സമാപിക്കുന്നത്. ഇനി അങ്ങോട്ട് ഏറ്റെടുക്കേണ്ട കർമ്മപരിപാടികൾ എന്തൊക്കെയാണെന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ നേതാക്കളെ അറിയിച്ചു. അതനുസരിച്ച് ജനുവരി 7-8 പ്രകാരം എല്ലാ ജില്ലാ ജനറൽ ബോഡികളും വിളിച്ചു ചേർത്ത് ഈ ബത്തേരി ക്യാമ്പിൻ്റെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യും. പഞ്ചായത്ത് ബൂത്ത് തല ചുമതലകൾ വിഭജിച്ച് നൽകും. ജനുവരി 10 മുമ്പ് പഞ്ചായത്ത് തലത്തിൽ നിശ ക്യാമ്പുകൾ പൂർത്തീകരിക്കാൻ DC നേതൃത്വം ഇടപെടണമെന്ന നിർദ്ദേശമുണ്ട്. ജനുവരി 9 മുതൽ 12 വരെ ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുന്ന നടപടിയുണ്ട്. ജനുവരി 13-14 തീയതികളിൽ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നു. അത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയായിട്ടുള്ളതാണ് രാപ്പകൽ സമരം. ആ രാപ്പകൽ സമരത്തിന് ശേഷം പിന്നാലെ തന്നെ ഈ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനവും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ജനുവരി 19 മെഗാ പഞ്ചായത്ത് എന്ന പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ത്രിതല പഞ്ചായത്തിൽ വിജയിച്ച മുഴുവൻ UDF-ന്റെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്, കോൺഗ്രസിൻ്റെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുള്ള പരിപാടിയാണ് ജനുവരി 19 രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്ന മെഗാ പഞ്ചായത്ത്. അങ്ങനെ ഫെബ്രുവരിയിൽ UDF-ന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന രാഷ്ട്രീയ ജാഥയുണ്ട്. അങ്ങനെ സമര പരമ്പരകളും പ്രക്ഷോഭ പരിപാടികളുമായി സജീവമാകാനുള്ള തീരുമാനമാണ് ഈ ലക്ഷ്യ 2026 ലീഡർഷിപ്പ് സമിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. സ്മിത. ശരി, ആർ ശ്രീജിത്താണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.